ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ശിവരാത്രിയുടെ കുറച്ച് ദിവസം മുന്നേയുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ലാഗ് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ശിവരാത്രി എനിക്ക് കൂടാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. മുഖത്ത് ഇങ്ങനെ കുരുക്കളും ഇതകളൊക്കെ വന്നിട്ടുണ്ട്. ഡേറ്റൊക്കെ ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഒരു ഉറപ്പില്ല. എന്നാൽ പോലും നമ്മൾ നമ്മുടെ വീടൊക്കെ ഇങ്ങനെ നീറ്റാക്കി നല്ല വൃത്തിയാക്കിയിട്ട് വെക്കുമല്ലോ ശിവരാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പം അങ്ങനെ കുറച്ച് ക്ലീനിങ്ങും വീട്ടിലെ കുക്കിങ്ങും ഒക്കെ ഉള്ള ദിവസമാണ്. ഇന്ന് കുട്ടികൾക്ക് ലീവുള്ള ദിവസമാണ്. ഞാൻ ആക്ച്വലി ഇത് ഇവർക്ക് സ്കൂൾ ഉള്ള ദിവസം ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അതിൻ്റെ കൂടെ ലഞ്ചും പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ശരത്തയുടെ ഓഫീസിലേക്ക് പോയിട്ടാണ് ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെയാണ് എണീറ്റിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈയിടെയായിട്ട് കുറേ നാളുകളായിട്ട് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നതിന് ശേഷം എപ്പോഴും ബാർലി വെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 ലിറ്റർ ഞാനങ്ങ് തിളപ്പിച്ച് വെക്കും. അപ്പോൾ എനിക്കൊരു കണക്കായിരുന്നു 2 ലിറ്റർ ബാർലി വെള്ളം. ബാക്കി നമ്മുടെ സാധാരണ വെള്ളം ചൂടാക്കിയിട്ടും കുടിക്കും. അങ്ങനെ അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, അതുമാണ് കുടിക്കണം. അങ്ങനെ ഒരു 3 ലിറ്റർ കുടിച്ച് ഞാൻ തീർക്കാറുണ്ട്. 3 ലിറ്റർ ഒന്നും കുടിക്കുക ഇപ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതിനുള്ള വെള്ളമാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് തിളച്ചതിന് ശേഷം ഞാൻ ബാർലി ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരിവിടെ പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്, എക്സാമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പഠിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ആദ്യം ഓറൽ എക്സാം, പിന്നെ റിട്ടേൺ എക്സാം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഹാഫ് ഡേ ഇങ്ങനെയൊക്കെ ആ എക്സാം മാത്രം അറ്റൻഡ് ചെയ്ത് പോരെ, ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കേട്ടോ ഇവരുടെ സ്കൂളിൽ. ഓരോ ദിവസം ഓരോ ടൈപ്പൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഇവർക്ക് എന്തായാലും പോകണ്ടാത്ത ദിവസമാണ്. അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ആദ്യമേ നോക്കാം, എന്നിട്ടാവും ക്ലീനിങ്ങും ഒക്കെ കേട്ടോ. അപ്പം ഞാനിന്ന് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ അപ്പം ശരത്തേണ്ണ കൊണ്ടുപോകാനായിട്ട് സാമ്പാർ വയ്ക്കില്ല. അപ്പം ഇന്ന് എനിക്ക് രാവിലെ എണീക്കണ്ടല്ലോ, പുലർച്ചെ എണീക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ സാമ്പാറും ഉണ്ടാക്കി വെച്ചു. അത് കാരണം കൊണ്ട് അതെടുത്തിട്ട് ഇന്ന് ഗോതമ്പ് ദോശയും സാമ്പാറുമാണ് നമ്മളിന്ന് കഴിക്കാനായിട്ട് പോകുന്നത്. പിന്നെ എന്താ, ശരത്തേണ്ണ ഇച്ചിരി ചോറ് ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് മതി, അത് ചൂടാക്കിയിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രാവിലെ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ കഴിച്ചു. ബാക്കി ഇനി ചോറും കാര്യങ്ങളൊക്കെ എനിക്ക് വെക്കണം. ഇനി വൈകുന്നേരം വരെയുള്ളതൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിവേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ബാർലി കഴുകിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കട്ടെ കേട്ടോ. ബാർലി കഴുകി ഞാൻ വെള്ളത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ബാർലി എപ്പോഴും ചൂടുവെള്ളം കൊണ്ട് കഴുകുന്നതാണ് നല്ലത് കേട്ടോ. നന്നായിട്ട് അഴുക്ക് കാണും. ആക്ച്വലി ഈ പാത്രത്തിൽ 2 ലിറ്ററിന് മേലെ വെള്ളം കൊണ്ടു കേട്ടോ. ഗോതമ്പ് പൊടിയൊക്കെ കഴിക്കാറായി, വേറെ മേടിക്കണം. ഞങ്ങൾക്ക് ആകെ 4 ദോശ ആവശ്യമുള്ളൂ കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ഗോതമ്പ് ദോശ ആയിരിക്കും അല്ലേ. എനിക്ക് എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം. ഇതുപോലെ സാമ്പാർ എന്തെങ്കിലുമൊക്കെ, ഇതിപ്പോ ഞാൻ തലേ ദിവസം വെച്ചു എന്നുള്ളൂ കേട്ടോ. സാമ്പാർ ഇത് ഉപയോഗിച്ച സാമ്പാറല്ല, ആകെ ശരത്തേണ്ണ രാവിലെ പോകാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സാമ്പാറൊക്കെ ഇങ്ങനെ ഇച്ചിരി ബാലൻസ് ഒക്കെ വരുമ്പോ അല്ലേ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാൽ നല്ലതാണ്. രാത്രി കഴിക്കാനാണെങ്കിലും പോലും ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് ഗോതമ്പ് ദോശ എന്ന് പറയുന്നത്. ചോറ് ഉണ്ടെങ്കിൽ ഭേദം എന്താണെങ്കിലും. കട്ടിയൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കട്ടെ. ഗോതമ്പ് ദോശ ആക്ച്വലി ഉണ്ടല്ലോ, തേങ്ങയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം. അത് ഒരു സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ്. അത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും തട്ടിക്കൂട്ടാണ്. ശരത്തായിട്ടില്ലാത്തപ്പോൾ എപ്പോഴും തട്ടിക്കൂട്ട് ഉണ്ടാക്കാനാണ് എനിക്ക് താല്പര്യമുള്ളൂ കേട്ടോ. തിളപ്പിക്കണം. തനക്കുട്ടിയും പിക്കും സൈഡിലിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി എനിക്ക് നോക്കണമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. സാധാരണ അവർ സ്കൂളിൽ റിവിഷൻ നല്ല രീതിയിൽ കൊടുക്കാറുണ്ടായിരുന്നു. ഇത്തവണത്തെ ആനുവൽ പ്രോഗ്രാമും സ്പോർട്സും അത് ഇതൊക്കെ കാരണം കൊണ്ട് കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള റിവിഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ തന്നെ പരമാവധി 2-3 പ്രാവശ്യമൊക്കെ റിവിഷൻ ചെയ്തിട്ടാണ് അവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യിക്കുന്നത് കേട്ടോ.
എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണോ അത്ര പ്രാവശ്യം നമുക്കത് മനഃപ്പാടമാവും എന്നുള്ളതാണ് കേട്ടോ ഞാൻ വിചാരിക്കാറുള്ളത്. അതുകൊണ്ട് എനിക്ക് പറ്റാവുന്ന സമയങ്ങളിലൊക്കെ അവരെ ഞാൻ പഠിപ്പിക്കും. മിക്കപ്പോഴും അടുക്കളയിൽ ഞാൻ ജോലികൾ ചെയ്യുന്ന സമയത്താണ് അവർക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഗോതമ്പ് ദോശ ഭയങ്കര സെൻസിറ്റീവാണ് കേട്ടോ. പെട്ടെന്ന് ചൂട് കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം, പെട്ടെന്നാണ് കേട്ടോ അങ്ങനെ വിട്ടുപോലും. മീൻ കട അവിടെ ഇവിടെ ഞാനിപ്പോ ഇങ്ങനെ വട്ടം ആക്കണേന്റെ ഇടയില് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോകുന്നു. പെണ്ണുങ്ങളെ പോലെയാണ് എന്റെ, ഭയങ്കര സെൻസിറ്റീവാണ് ഗോതമ്പ് ദോശ. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെണ്ടക്കായൊക്കെ കഴുകിയിട്ടാണ് വെക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിലേക്ക്. അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്കിത് ഉപ്പേരി ഉണ്ടാക്കണം. ഇത് കട്ട് ചെയ്യാനുള്ള സമയമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഈ ഗ്യാസിന്റെ തൊട്ടടുത്ത് നിന്ന് ചെയ്യില്ല കേട്ടോ, ഇത് പ്ലാസ്റ്റിക് ആയ കാരണം കൊണ്ട്. ഇതിപ്പോ വീഡിയോ എടുക്കുമ്പോഴേ നമുക്ക് ഫോണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കട്ടെ ഏത് നേരം, ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. ഈ കത്തി അടിപൊളിയാണ് കേട്ടോ. ഒത്തിരി നാളെ ഞാൻ മേടിച്ചിട്ട് ഇതുവരെ ഇതിന്റെ ഈ ഒരു മൂർച്ച ഉണ്ടാവില്ലേ, അത് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ആമസോണിൽ നിന്ന് മേടിച്ചതാണ്, പക്ഷെ നല്ല അടിപൊളി കത്തിയാണ് കേട്ടോ ഇത്. സാധാരണ ഒരു കത്തിയും ഇത്രയും നാള് നിൽക്കാറില്ല, പെട്ടെന്ന് കേടാവാറാണ് പതിവ്. ഇതെന്തോ കുറച്ച് അധികം നാളെ പറഞ്ഞിട്ട് കേടാവോന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ എന്താണെങ്കിലും കുറച്ച് നാളായിട്ട് ഇപ്പൊ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് സ്ഥിരം. കണ്ടോ ഇപ്പോഴും നല്ല മൂർച്ചയാണ്. എന്റെ ദോശ പരീക്ഷ. എന്റെ വെണ്ടക്കായ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദോശയും തയ്യാറായിട്ടുണ്ട്. അപ്പൊ ദോശയും നമ്മുടെ സാമ്പാറും ആണ് കേട്ടോ. അപ്പൊ ഒരു 4-5 ദോശ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇത് കഴിച്ചിട്ട് ബാക്കി പണികൾ നമുക്ക് ചെയ്യാം. അപ്പൊ ഓഫ് ചെയ്തു ഹോളിൽ പോയിരുന്നിട്ടാണ് കഴിക്കുന്നത്. കുട്ടികൾ പഠിക്കായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. ഈ ഇടയായിട്ട് എല്ലാ കറിയിലും നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇച്ചിരിയാണ് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്, എന്നാലും എനിക്ക് ഒത്തിരി മുളക് കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് ചെയ്യാം. കുറച്ചധികം വിപുലമായിട്ട് ചെയ്യണം കൃഷി ചെയ്യുന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി മൂലം കൊണ്ടാണ് ഇതൊക്കെ നടക്കാത്തത്. അപ്പോൾ വെറും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും സവോളയും മാത്രം വഴറ്റിയിട്ട് വെണ്ടക്കായിട്ട് നമ്മുടെ ഉപ്പേരി തയ്യാറാക്കുകയാണ് ചെയ്തത് കേട്ടോ. നമ്മുടെ പൂജാ റൂം ക്ലീനിങ്ങിന് പോവാണ് കേട്ടോ. അപ്പൊ പൂജ ഫോട്ടോസ് ഗ്ലാസിന്റെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ചില സമയത്ത് ഇങ്ങനെ വുഡൻ അല്ലെങ്കിൽ ഫ്രെയിം ഒക്കെ ആയിട്ടുള്ളതാണെങ്കിൽ ചിലപ്പം കേടാവാനുള്ള സാധ്യതയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ പഴയ 2 സോക്സ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാ. അപ്പൊ ഇതിങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഫോട്ടോസ് ഒക്കെ തുടയ്ക്കാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തുടയ്ക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. ഇത് ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിക്കുവിന് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ട് വലുതായി പോയിട്ടുള്ള സോക്സ് ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടുള്ള സോക്സ് അല്ല കേട്ടോ, ഇത് ഭയങ്കര വലുതാണ്, യൂസ് ചെയ്യാനായിട്ട് അവന് പറ്റത്തില്ലായിരുന്നു. അതുപോലെ കൊണ്ട് പിന്നെ ഞാനത് എടുത്തു വെച്ചു, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. അല്ലെങ്കിലും സാധാരണ പഴയ തുണികൾ നല്ലോണം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഡെറ്റോളിലൊക്കെ മുക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് തുടങ്ങി കഴുകി വീണ്ടും അലമാരയിലേക്ക് എടുത്തു വെക്കും. അങ്ങനെ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, ഈ ഒരു സോക്സ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇത് ചവിട്ടി നടന്നിട്ടുള്ള സോക്സ് അല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകാനല്ല തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ സാധാരണ പച്ചവെള്ളം, പിന്നെ കുറച്ച് റോസ് വാട്ടറും കർപ്പൂരം പൊടിച്ചിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇവിടെ തുടച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാം. അതാകുമ്പോൾ നല്ലൊരു ഡിവൈൻ സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ. സ്വാമി റൂം തുറക്കുമ്പോൾ അല്ലെങ്കിൽ പൂജാ റൂം തുറക്കുമ്പോൾ നമുക്കൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു സ്മെല്ല് കിട്ടണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ട് തുടയ്ക്കണത്. നല്ല മണമായിരിക്കും കേട്ടോ പൂജാ റൂമിനകത്ത്. അപ്പൊ ഞാൻ ഇതൊന്ന് തുടച്ചെടുക്കാം. അതിന് മുന്നേ തനുകുട്ടി പൂവൊക്കെ കൊണ്ട് കളഞ്ഞോ? തനുകുട്ടി അപ്പൊ ഇവിടെ തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളൊക്കെ എടുത്തിട്ട് കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അത് ഡെയിലി നമ്മൾ മാറ്റണം. ഒരിക്കലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പൂവ് ഒരു ദിവസം വെച്ചിട്ട് പിന്നെ അടുത്തത് കത്തിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ്, എനിക്ക് അതിലൊക്കെ ഭയങ്കര നിർബന്ധമാണ്. ഈ വിളക്കാണെങ്കിലും നമ്മൾ 1.5 അടം വെച്ചിട്ട് കഴുകും, അതുകൊണ്ടാണ് ഇത്രയും തിളങ്ങിയിരിക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കരി പിടിക്കും, അല്ലെങ്കിൽ ഇതിന്റെ കളർ മങ്ങും, അതിനുള്ള ഇട ഞാൻ വരുത്താറില്ല. അപ്പൊ 1.5 അടം വെച്ചിട്ട് നമ്മൾ വിളക്ക് കഴുകാറുണ്ട്. വിളക്കും അതിന്റെ താഴെ വെക്കുന്ന തളികയും പിന്നെ വെള്ളം വെക്കുന്ന ഒരു പാത്രം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ വെള്ളം വെക്കില്ലേ, അതെല്ലാം ഞാൻ കഴുകാറുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കട്ടെ. അതിനിടയ്ക്ക് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു 5 തിരി ഇട്ടിട്ടുള്ള വിളക്ക്
കത്തിക്കുന്നതാണോ 2 തിരിയിട്ടിട്ടുള്ളത് കത്തിക്കുന്നതാണോ നല്ലതെന്നൊക്കെ. ഞാൻ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനായിട്ട് ആരുമല്ല. എന്നാലും എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ 2 തിരിയിട്ടിട്ടായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമുക്ക് കുഴപ്പമില്ലാത്ത നല്ല ലൈഫൊക്കെ ആണെങ്കിൽ 2 തിരി തന്നെ ഇട്ടിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. ഒറ്റ തിരിയിട്ട് കത്തിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ കാണിപ്പയ്യൂരിൻ്റെയും അങ്ങനത്തെയൊക്കെ ആൾക്കാരുടെയൊക്കെ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഭദ്രദീപം എന്നാണ് പറയുന്നത്. അതാണ് 5 തിരിയിട്ട് കത്തിക്കുന്ന വിളക്കെന്ന് പറയുന്നത്. അപ്പോൾ ഭദ്രദീപം തെളിയിക്കുകയാണ് വീട്ടിൽ എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണെന്ന് പറയും. അങ്ങനെ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിൽ നിന്നാണ് ഞാൻ 5 തിരിയിട്ടിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അത് ഈ വീട്ടിൽ വന്നതിന് ശേഷമായിരുന്നു. അതിന് മുന്നേ ഒക്കെ ഞാൻ 2 തിരിയിട്ടിട്ടാണ് കത്തിച്ചേരുന്നത്. ഇപ്പൊ വർഷങ്ങളായിട്ട് 5 തിരിയിട്ടിട്ടുള്ള വിളക്കാണ് ഞാൻ കത്തിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഇടുന്നതിന് രീതികളുണ്ട്. വിളക്ക് വെക്കണ സമയമായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. അപ്പൊ ഇങ്ങനെ വിളക്ക് എടുക്കുകയാണെങ്കിൽ കിഴക്കോട്ട് ഒരു തിരി, അതായത് കിഴക്ക് നിങ്ങളുടെ ഏത് ഭാഗത്താണോ അങ്ങനെ കേട്ടോ. കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട്, വടക്കോട്ട്, തെക്കോട്ട്. അപ്പൊ 4 ഉണ്ടായില്ലേ. ഇതിന്റെ ഇടയ്ക്ക് ഒരു തിരി വരും. അപ്പൊ 5 തിരി ആവും കേട്ടോ. അങ്ങനെ വടക്ക് കിഴക്കായിട്ട് ഒരു തിരി, അങ്ങനെയാണ് 5 തിരി ഇടുന്നത്. ഇനി എപ്പോഴെങ്കിലും കത്തിക്കണ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഞാൻ 5 തിരിയാണ് യൂസ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ 2 തിരി ഇട്ടിട്ടാണ് കത്തിക്കാറ് എന്നുണ്ടെങ്കിൽ 1 കിഴക്കോട്ടും 1 പടിഞ്ഞാറോട്ടും ഇട്ടിട്ട് കത്തിക്കാം. വേറെ ദിശകളിലേക്കൊന്നും ഇടണ്ട കേട്ടോ. ഇങ്ങനെയാണ് സാധാരണ വിളക്ക് കത്തിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും 5 തിരിയാണ് കത്തിക്കുക. എനിക്ക് അതുകൊണ്ട് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ വൃത്തിയിലും ശുദ്ധിയിലും നല്ല രീതിയിൽ പൂജാ റൂമിലേക്ക് എന്താ പറയാ, നമ്മൾ അശുദ്ധിയായിട്ടിരിക്കുന്ന സമയത്തൊന്നും വിളക്കൊന്നും കത്തിക്കി ഉണ്ടെങ്കിൽ അവര് വലിയ കുട്ടികളാണെങ്കിൽ കത്തിക്കണോണ്ട് വിരോധമില്ല. ഇവിടെ പിക്കുമൊക്കെ വിളക്ക് കത്തിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അവന് കത്തിക്കാറിയാം. അപ്പൊ അങ്ങനെയും ചെയ്യും. അപ്പൊ കുറച്ച് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരില്ല കേട്ടോ, നല്ലത് മാത്രമേ വരുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്താൽ 5 തിരിയിട്ട് കത്തിച്ചാൽ ഏറ്റവും നല്ലത്. അത്രയേ ഉള്ളൂ. എനിക്ക് എത്രേ അറിയുള്ളൂ, കുറെ പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് സൈഡിൽ കുഞ്ഞെവിടെ ഇരുന്നാലും തുടയ്ക്കാൻ പറ്റുള്ളൂ ഫോട്ടോ എടുക്കുമ്പോൾ. കാണും, അവിടെ ഇരുന്നാലും കാണാം. പിന്നെ പൂജാ റൂമിൽ ഞാൻ ഗ്രന്ഥങ്ങൾ വെക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രന്ഥമെങ്കിലും വെക്കണം എന്നാണ് പറയാ. രാമായണോ ഭാഗവതോ എന്തെങ്കിലും ഒരു ഗ്രന്ഥം നമ്മുടെ വീട്ടിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഇത് യൂസ് ചെയ്താൽ തനക്കുട്ടിയാണ് തുടയ്ക്കുന്ന ആള്, അവൾ തുടച്ചു തരും. കൈ സോക്സിനകത്ത് കൈ ഇട്ടിട്ട് അതുകൊണ്ട് തുടച്ചു. എല്ലാം എടുത്ത് പൂജാ റൂം ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. എടുത്തിട്ട് ഞാൻ എല്ലാം തുടച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വയ്ക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഇല്ലാത്ത ദൈവങ്ങളൊന്നും ഇല്ല, എല്ലാവരും ഉണ്ട്. പിന്നെ കൂടുതൽ കാണുന്നത് ഗണപതി ആയിരിക്കും. എനിക്ക് ഗണപതിയെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല വൃത്തിയിൽ തുടക്കി ഇവിടെയൊക്കെ തുടയ്ക്കണം. ഓക്കെ, ഈ ഭാഗത്തൊക്കെ തുടയ്ക്കണം. അതൊക്കെ തുടച്ചോ. പിന്നെ കൃഷ്ണന്റെ നമ്മൾ വിഷുവിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിലും കൃഷ്ണനെ നമ്മൾ വീട്ടിൽ വെക്കുമല്ലോ, കൃഷ്ണന്റെ ഒരു രൂപമുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഇത് 6-7 വർഷമായിട്ട് ഉള്ള കൃഷ്ണനാണ്. വീട് കയറി താമസത്തിന്റെ സമയത്ത് മേടിച്ചതാണ് കേട്ടോ ഞാൻ ഈ കൃഷ്ണനെ. ഗുരുവായൂർന്ന് മേടിച്ചിട്ടുള്ളതാണ്. സാധാരണ നീല കൃഷ്ണനല്ലേ, എൻ്റെ കൃഷ്ണൻ ഇങ്ങനെ ഈ കളറിലാണ് കേട്ടോ, വെളുത്ത കളറിലുള്ള കൃഷ്ണനാണ് കേട്ടോ ഇത്. കൃഷ്ണൻ എങ്ങനെയായാലും എന്താ കൃഷ്ണനല്ലേ അല്ലേ. കൃഷ്ണൻ ഇവിടെ ഇരിപ്പുണ്ട്. എത്ര വൃത്തിയാക്കിയാലും നമ്മുടെ കണ്ണിൽ പെടാത്ത കരടുകളൊക്കെ ഇങ്ങനെ ബാക്കിൽ കിടപ്പുണ്ടാവും കേട്ടോ. അതൊക്കെ ഈ ക്ലീനിങ്ങിന്റെ സമയത്ത് ബാക്കിലോട്ടൊക്കെ വീണ് കിടക്കുന്നതൊക്കെ ക്ലീനിങ്ങിന്റെ സമയത്ത് ഞാൻ എടുത്തു മാറ്റാറാണ് പതിവ്. പൂജാ റൂമിൽ ആക്ച്വലി ടൈൽസാണ് ഒട്ടിച്ചിരിക്കുന്നത്. അത് കാരണം കൊണ്ട് നമ്മുടെ ഈ കരിയും പുകയൊക്കെ എങ്ങനെ പോയാലും നമ്മൾ 5 തിരിയിട്ട് കത്തിക്കുമ്പോഴൊക്കെ നന്നായിട്ട് കരിയും പുകയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ടൈൽസിലൊക്കെ ഉണ്ടായിരിക്കും, നന്നായിട്ട് കരി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായി തുടച്ച് വൃത്തിയാക്കി. ആ സമയത്ത് കുട്ടികൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സൊല്യൂഷൻ ഉണ്ടാക്കി ഇത് വെച്ചിട്ട് ഞാൻ ആ ചുമര് തുടച്ചിട്ടുണ്ടായിരുന്നു, അടിഭാഗം തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോഴാണ് നല്ല സ്മെല്ല് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഫോട്ടോസൊക്കെ മക്കളാണ്
ആണ് തുടച്ച് തന്നിരിക്കുന്നത് കേട്ടോ. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തുടച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചിട്ടാണ് തിരിച്ചു വയ്ക്കുന്നത്. ഞാൻ അവരെ കൊണ്ട് ബാലവേല ചെയ്യിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ കരുതരുത്. അവരെ ഞാൻ വിളിച്ചിട്ട് വരുന്നൊന്നുമല്ല, അവർ ഞാൻ ചെയ്യണ കാണുമ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ നോയൊന്നും പറയാറില്ല. കാരണം നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്ത് പഠിച്ചോ അതായിരിക്കും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ തുടരുന്നത്. അപ്പം എനിക്ക് ഉപകാരം ഉണ്ടാവുന്ന പോലെ തന്നെ എനിക്കിത് ചെറിയ ഹെൽപ്പാണ്. എന്നാലും നാളെ അവരുടെ ഫ്യൂച്ചറിൽ അവരുടെ പാർട്ട്ണറിന് ഒപ്പം നിൽക്കാനായിട്ട് ഒരേ തുല്യ പങ്കാളിത്തം എല്ലാ കാര്യത്തിലും വരണമല്ലോ. അതിപ്പോൾ വീട്ടിലെ ജോലികളാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ഒരേ പങ്കാളിത്തത്തോട് കൂടിയിട്ട് അവർക്ക് ചെയ്യണമെങ്കിൽ വീട്ടിൽ അതിൻ്റെ തുടക്കം അടിത്തറ വീട്ടിൽ നിന്നാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ നോ പറയില്ല. അവരെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാനത് എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അവരെ. അല്ലാതെ ഇത് ആണിൻ്റെ ജോലി ഇത് പെണ്ണിൻ്റെ ജോലി എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ട് മക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഭാവിയിൽ അത് തന്നെയായിരിക്കും തുടരുക. ആർക്കും പാർട്ട്ണർക്കും ഒരു ഉപകാരമില്ലാത്ത മക്കളായിട്ട് വളരും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളുടെ മക്കൾ എന്തെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ അടുത്ത് നോ പറയരുതോ. അപ്പോൾ പൂജാ റൂമൊക്കെ നീറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോലിക്കാരി ഇന്ന് നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ വന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ നിന്ന് പിന്നെ ഞാനത് അവിടെ ഇട്ടു, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. ഇപ്പം സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം 3 മണി കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്സിൻ്റെ സമയമാണ്. ഇന്ന് ഇവര് ഇവിടെ വീട്ടിലുള്ള കാരണം കൊണ്ടേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാണ്ട് പറ്റില്ല. സ്കൂളിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ട് കൊടുത്താൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ഒരു അട ഉണ്ടാക്കി കൊടുക്കും, സാൻഡ്വിച്ചോ ബർഗറോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ 2 പഴം ഇങ്ങനെ കറുത്തിരിപ്പുണ്ട്. അപ്പൊ ഈ കറുത്ത പഴം ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര അലർജിയാണ്, കഴിക്കില്ല. ഭയങ്കരമായിട്ട് പഴുത്ത് കഴിഞ്ഞവർക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. അത് കാരണം കൊണ്ട് അപ്പൊ പിന്നെ എന്താ വഴി, നമ്മുടെ മുന്നിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് പഴംപൊരിയാണ് കേട്ടോ. അപ്പൊ പഴംപൊരി നമുക്ക് ഉണ്ടാക്കാൻ സാധാരണ നമ്മള് മൈദ വെച്ചിട്ടല്ലേ പഴംപൊരി ഉണ്ടാക്കുക. ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ആകെ 2 പഴമല്ലേ ഉള്ളൂ. അപ്പൊ ഇച്ചിരി ഗോതമ്പ് പൊടി മതി. മൈദയ്ക്ക് പകരം ഞാൻ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി കുളിക്കാനും പിന്നെ ചെടി നനയ്ക്കാനും വേറെ ഇഷ്ടംപോലെ പണികളുണ്ട്. അത് കഴിഞ്ഞ് നടക്കാനൊക്കെ ഗോതമ്പ് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരല്പം ഉപ്പ് ഇട്ടു, ഏലക്ക പൗഡർ നല്ല മണത്തിന് വേണ്ടിയിട്ട് ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര കേട്ടോ. പഞ്ചസാര മധുരത്തിനനുസരിച്ച്. നമുക്ക് ഈ ബാറ്റർ കുറച്ചു നേരം വെക്കാം എന്നിട്ട് ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഇച്ചിരി വെളുത്ത എള്ള് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും അല്ലാണ്ട് എള്ളൊന്നും പിള്ളേരുടെ വയറ്റിലേക്ക് എത്തില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് എള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്റർ ഉണ്ടാക്കിയിട്ട് വെള്ളം ഒന്നിച്ച് വയ്ക്കണേക്കഴിഞ്ഞാൽ നല്ലത് കുറേശ്ശെ ഒഴിക്കുന്നതാണ് കേട്ടോ. ഗോതമ്പിന്റെ പൊടി കൊണ്ട് നിങ്ങള് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്താണെങ്കിലും അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എന്താണെങ്കിലും മൈദ കഴിക്കണേക്കഴിഞ്ഞാൽ നല്ലത്. കാര്യം ഇത് എണ്ണ പലഹാരമാണ്. എന്നാലും ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന വെച്ചാൽ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ ബാറ്റർ റെഡി. അങ്ങനെ ഒരു തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി. ഓക്കെ, ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു പഴത്തിനെ ഇങ്ങനെ പകുതി ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ എല്ലാവർക്കും ഒരുപാട് കാര്യം കാണാൻ ഭംഗി നീളത്തിലുള്ള പഴംപൊരി ആയിരിക്കും, ഒരുപാട് നീളത്തിലിരിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ മക്കള് ചെറുതായോണ്ടേ അവർക്ക് അത് ഒറ്റയടിക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ചെറുതാകുമ്പോൾ വേഗം കഴിച്ചോളും. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ടേസ്റ്റ് ഉണ്ടാവുക എപ്പോഴും വെളിച്ചെണ്ണയിലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇച്ചിരി ബേക്കിംഗ് സോഡ ഇല്ലേ, അത് ഇച്ചിരി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ചേർക്കേണ്ടതായിരുന്നു, വിട്ടുപോയതാ. പഴംപൊരി നമുക്ക് ഓരോന്നായിട്ട് ഇടാം. അതിലോട്ട് തെറിച്ചല്ലേ. ഗോതമ്പ് പൊടി കൊണ്ടുള്ള പഴംപൊരി ആയതുകൊണ്ട് നിങ്ങൾ എക്സാക്ട് ആ മഞ്ഞ കളർ എക്സ്പെക്ട് ചെയ്യരുത് കേട്ടാ. ഗോതമ്പ് പൊടിയുടെ ഒരു കളർ ഇതിന് വരുള്ളൂ കേട്ടാ. മറിച്ചിടുന്നുണ്ട്. അങ്ങനെ പഴംപൊരി ഞാൻ ഉണ്ടാക്കി, കുറച്ച് പിള്ളേരെ കഴിച്ചു കേട്ടോ. അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ചാ ഞാൻ ഉദ്ദേശിച്ച അത്ര നന്നായില്ല കേട്ടോ പഴംപൊരി. എന്തോ ഒരു
പ്രശ്നം ഇതിന് സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ ഇങ്ങനെ പിരിപിരിങ്ങനെ വരാറില്ല. അയ്യോ, പറഞ്ഞു നിന്ന് എൻ്റെ പഴമൊരു കഴിച്ചു. എന്തോ സംതിങ് റോങ് ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ നിങ്ങളെ ചെയ്തൊന്ന് കാണിക്കാന്ന് വെച്ചപ്പം ഇതിങ്ങനെ പിരിപിരിങ്ങനെ വരുന്നു കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇതിങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ബാറ്ററി ലൂസായിട്ടാണോ എന്തോ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ കണ്ടോ എന്തോ ഒരു പിരിപിരി വന്നിട്ടുണ്ട്. ഇതിന് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. തിന്നാൻ അടിപൊളിയാ. പക്ഷെ ഇതിങ്ങനെ പിരിപിരി എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇത് കരിഞ്ഞു. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത് കുളമായത്. അല്ലെങ്കിൽ ഇത് നന്നാവാറുണ്ട് കേട്ടോ സാധാരണ. ഇത് നോക്കൂട്ടോ. കാര്യം സംഭവം നല്ലതാണ് കേട്ടോ. ഞാൻ സീരിയസിൽ പറയാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം എന്തോ പറ്റിയതാണ്. എൻ്റെ തന്നെ വല്ല കുറ്റമായിരിക്കും. അതാണ് ഗോതമ്പ് പൊടിയുടെ കുറ്റമല്ല കേട്ടോ. തിന്നാൻ ടേസ്റ്റ് ഉണ്ടോ? തിന്നാൻ നല്ലതാണ്. പക്ഷെ ചില പഴംപൊരി ഇങ്ങനെ പിരിപിരുന്നനായിട്ടുണ്ട്. കണ്ട ക്രിസ്പി ആയിട്ടുണ്ട്. എന്തോ സംതിങ് സാല അങ്ങനെയാ. ചിലത് നമ്മൾ 10 ആളെ കാണിക്കണം എന്ന് വിചാരിക്കുമ്പോൾ കുളവും അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി. സാധാരണ വൈകിട്ട് 5 മണി കഴിയുമ്പോഴാണ് ഞാൻ ചെടി നനച്ച് കൊടുക്കാറുള്ളത്. ഇപ്പോൾ 5:30 ആയാലും 5:45 ആയാലും നമ്മുടെ അവിടുത്തെ വെയിലിൻ്റെ ചൂടിന് കുറവൊന്നും ഉണ്ടാവില്ല. നല്ല വെളിച്ചം ഉണ്ടായിരിക്കും. ഇപ്പോൾ നോക്കിയാൽ പുതിയ പൂ വിരിഞ്ഞിട്ടുള്ളതാണ്. എന്ത് ഭംഗിയാ നോക്കിക്കല്ലേ. എനിക്ക് ഇപ്പം ഗാർഡനിൽ വന്ന് നിൽക്കുമ്പോൾ ചൂടുണ്ടെങ്കിലും കൂടി ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പുതിയ പുതിയ ചെടികൾ, പുതിയ പുതിയ പൂക്കൾ, ഇലകൾ ഒക്കെ എന്നും എന്തെങ്കിലുമൊക്കെ പുതിയതുണ്ടാവും. ഈ ഇല നോക്കിയാൽ പുതിയത് തളിരിടുമ്പോൾ ഒക്കെ ഇങ്ങനെ റെഡ് കളറിലേക്ക് വരും. പിന്നെ ഇങ്ങനെ മെറൂൺ, പിന്നെ അങ്ങനെ ബ്രൗൺ ആവും, പിന്നെ ഡാർക്ക് ഗ്രീൻ ആവും. അങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ ഇത്. അങ്ങനെ അടുത്ത ദിവസത്തെ ഈവനിങ് ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അടുത്ത ദിവസം എന്ന് പറയുന്നത് ശിവരാത്രി ആയിരുന്നു. ശിവരാത്രി ഫ്രൈഡേ മറ്റോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ 1-2 ദിവസം മുന്നെയാണ് ഞാൻ ക്ലീനിങ് ചെയ്തത് കേട്ടോ. പിന്നെ അതൊരു വീഡിയോ ഇതൊരു വീഡിയോ ഒക്കെ ഇടാന്ന് വെച്ചപ്പോൾ ലെങ്ത്ത് ഒന്നിച്ചിട്ടാൽ ഇച്ചിരി ഭേദമുണ്ട്. 10-25 മിനിറ്റ് കിട്ടുന്ന പോലെയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി ഒത്തിരി നീണ്ടു പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നിച്ച് ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ പൂക്കൾ തന്നെയാണ് ഉപയോഗിച്ച് ഞാനൊരു മാല കെട്ടി ശിവൻ്റെയും പാർവതീനെയും ഫോട്ടോയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 5 തിരിയിട്ടുള്ള വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡേറ്റൊക്കെ എടുത്തിരിക്കുന്ന കാരണം കൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ഞാൻ നിവേദ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ആരതിയും ഒക്കെ ഒഴിഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നാമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ശിവൻ്റെ, അതൊക്കെ ചൊല്ലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അല്ലാതെ ഇതിന് ട്രഡീഷണലായിട്ട് എടുക്കുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമുക്ക് മനസ്സിന് തൃപ്തി നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനേ എനിക്ക് തോന്നാറുള്ളൂ കേട്ടോ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. പൂജാ റൂം അന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഒരുങ്ങിയിരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, നമ്മുടെ വീട്ടിലത്തെ മാത്രം പൂക്കളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ അലങ്കരിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നാമം ജപിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൊട്ട് അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോയി. ശിവൻ്റെ അമ്പലം കുറച്ചടുത്ത് നമുക്ക് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഗംഭീര തിരക്ക് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞ പോലെ അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ശിവനെ നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ
അങ്ങനെ വീഡിയോസ് എടുക്കണേനോ ഫോട്ടോസ് എടുക്കണേനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാട്ടോ, എല്ലാവരും എടുക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനും എടുത്തതാണ്. തിരക്കുണ്ട് എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഞാൻ ഭഗവാനെ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. ശിവൻ്റെ മെയിൻ പ്രതിഷ്ഠ ശിവൻ, അത് കഴിഞ്ഞ് ഗണപതിയും മുരുകനും തൊട്ടപ്പുറത്ത് 2 സൈഡിലായിട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, എല്ലാ ടൈപ്പിലും ഉള്ള ദൈവങ്ങളും ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. നമുക്ക് മനസ്സറിഞ്ഞ് തൃപ്തിയായിട്ട് തൊഴുതിട്ട് വരാനായിട്ട് പറ്റും. അതുപോലെ അവിടെ നിന്ന് പ്രസാദം ഉണ്ടായിരുന്നു. അപ്പം ഈ കടലുണ്ടാവില്ലേ, സുണ്ടൽ എന്ന് പറയുന്നത് തോന്നുന്നു അതിന്, കടല, പിന്നെ വേറെ എന്തോ ഒരു അവൽ വെച്ചിട്ടുള്ളൊരു നിവേദ്യം, പിന്നെ പായസം, ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാനായിട്ട് നമ്മൾ തൊഴുതിറങ്ങുമ്പോൾ ഇങ്ങനെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു. ഇതാണ് കേട്ടോ അമ്പലം. എനിക്ക് ഇത്രയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നാഗങ്ങളുടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്, അതുവഴിയൊക്കെ തൊഴുത് അങ്ങനെ കുറച്ച് നേരം അവിടെ കുറച്ച് അരമണിക്കൂർ ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് പോകുന്നത്. കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.